അത് അങ്ങനെയൊന്നും ക്ലോസ് ആവേണ്ട ഒരു വിഷയമല്ല. കെ മുരളീധരനൊക്കെ പറഞ്ഞ പോലെ തന്നെ അങ്ങനെ ക്ലോസ് ആവേണ്ട ഒരു വിഷയമല്ല രാഹുൽ മാങ്കൂട്ടത്തിൽ. കാരണം കേസുകൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുകയല്ലേ. അപ്പോൾ ഹൂ കേസ് എന്നായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ ഇതിൻ്റെ തുടക്കത്തിൽ പരിഹസിച്ചൊക്കെ പോസ്റ്റ് ഇട്ടിരുന്നതും പറഞ്ഞതും ഒക്കെ നമ്മൾ മീഡിയ അടക്കം ആ ബൈറ്റൊക്കെ പ്ലേ ചെയ്തതാണ്. പക്ഷേ അത് ആര് ശ്രദ്ധിച്ചു? കേരളത്തിലെ ജനങ്ങൾ ശ്രദ്ധിച്ചു, കോടതി അത് ശ്രദ്ധിച്ചു. അതിന് തെളിവാണ് കഴിഞ്ഞ ദിവസം വന്ന മുൻകൂർ ജാമ്യാപേക്ഷയിലെ വിധി എന്നുള്ളതാണ്. നമുക്കറിയാം ശ്രീജ, ഈ ഒരു വിഷയം ഓഗസ്റ്റ് 20-ാം തീയതിയാണ് പൊതുസമൂഹത്തിലേക്ക് അല്ലെങ്കിൽ ജനമധ്യത്തിലേക്ക് ചർച്ചയാകുന്നത് എന്നുള്ളതാണ്. അതിനു മുൻപെയൊക്കെ പരാതിയൊക്കെ KPCCക്ക് കിട്ടിയിരുന്നുവെങ്കിലും ഒരു നിധിയായിരുന്നു കോൺഗ്രസിനെ സംബന്ധിച്ച് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന വളർന്നു വരുന്ന യുവ തലമുറക്കാരനും കൂടിയായ രാഹുൽ എന്നത്. അതുകൊണ്ട് തന്നെ KPCCയോ അല്ലെങ്കിൽ പാർട്ടിയോ അതിനെ വേണ്ടുവോളം ഗവനിച്ചില്ല എന്നുള്ളതാണ്. പക്ഷേ വീണ്ടും അത് പൊങ്ങി ഇങ്ങനെ വന്നു. ട്രാൻസ്ജെൻഡർ വന്നു, നടി വരുന്നു, അങ്ങനെ ഒരുപാട് പേരിങ്ങനെ കേസുകളുമായി പരാതികളുമായി മുൻപിലേക്ക് വരുന്നു. മാധ്യമങ്ങളിലേക്ക് മുമ്പിലേക്ക് രാഹുലിനെ തുറന്ന് കാട്ടപ്പെട്ടു. പിന്നെ അതിനുശേഷമാണ് അതിജീവിതയായ യുവതിയുടെ പരാതി എത്തുന്നത്. അത് നമുക്ക് കേട്ടാൽ അറപ്പ് വരുന്ന അല്ലെങ്കിൽ കേട്ടാൽ നമുക്ക് സങ്കടം തോന്നുന്ന അത്രയ്ക്കും രീതിയിലാണ് ആ കുട്ടി മാനസികമായും ശാരീരികമായും ഒക്കെ പീഡനം അനുഭവിച്ചത്. അതാണ് ഗൗരവമായ വിഷയത്തിലേക്ക് രാഹുൽ മാങ്കൂട്ടത്തിനെ എത്തിച്ചതും അല്ലെങ്കിൽ പൊതു സമൂഹത്തിൻ്റെ ശ്രദ്ധ പിടിച്ചു പറ്റുന്നതും അങ്ങനെ തന്നെയാണ്. ആ ഒരു കേസ് വന്നതിൽ പിന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ശരിക്കും പെട്ടുപോയത് എന്നുള്ളതാണ്. അതിനു മുൻപേ ഞാൻ സൂചിപ്പിച്ച പോലെ തന്നെ പല കേസുകൾ വന്നപ്പോഴൊക്കെ അതിൽ നിന്നും എങ്ങനെയൊക്കെ ഒഴിഞ്ഞു മാറി രാഹുൽ അങ്ങനെ തടി തപ്പിയിരുന്നു. കെ മുരളീധരൻ പറയുന്ന പോലെ തന്നെ ബ്രഹ്മാസ്ത്രം ഒടുവിൽ പാർട്ടിക്ക് പ്രയോഗിക്കേണ്ടി വന്നു.